എല്ലാവർക്കും സ്വാഗതം. ഗഗനശാരി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ്. കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു 2050 അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാകും, നമ്മൾ പാരിസ്ഥിതിയോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്ന ഇത് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്നിടത്താണ് ഈ കഥ ആദ്യം പറയുന്നത്. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു, വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാനും പ്രൊഡ്യൂസർമാരെ എന്ന് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത്ത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്ത് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കും. ഞാൻ പറഞ്ഞു, ഒരു കഥയുണ്ട്, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജൻ ബേക്കറിൽ ചന്ദ്രനോട് അഭിനയിച്ചു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരുന്ന് നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യരും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്തുവിന് നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അജുവിൻ്റെയും ജയയുടെയും അമ്മാച്ചനായിട്ട് അതാണ് ക്യാരക്ടർ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചന്തുവിന് ഒരു ടെൻഷൻ ഇങ്ങനെ കൂടാതിരിക്കുന്ന ചിരിക്കുന്ന കണ്ട ടെൻഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നമ്മളത് കേട്ട് നോക്കുന്നത്. അപ്പം പറഞ്ഞു, അയ്യോ അയച്ചിട്ട് നാളെ തന്നെ കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ ചന്തുവിനെ വിളിച്ചു. ചന്തുവും വന്ന് ശിവസായിയും കൂടി ഇവരെല്ലാം കൂടി കഥ പറയാനായിട്ട് അജിത്തിനടുത്ത് പോയി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കാണണം അത്യാവശ്യം. ചന്തു വിളി വന്ന് വിളിച്ചു. വേറെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അഡ്വാൻസ്. അങ്ങനെ അജിത്ത് കഥ കേട്ടവിടെ ഇവർക്ക് രണ്ടുപേർക്ക് അഡ്വാൻസ് കൊടുത്തു. അതിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു. പക്ഷെ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നേരിൽ അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ല ദൃശ്യം 2 അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോവിഡ് അടിച്ചു. ഇവരൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്തത് ഞാനല്ല, ഞാനോടൊന്ന് വെക്കുകയാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തു. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ കാരവനിൽ പോയി ഇരിക്കാൻ തോന്നുന്നില്ല. ഗൂഗിളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനശാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഞാൻ ഗണേഷ് സാറിനോട് ഗഗനശാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്തത്. ഗണേഷ് മാമിന് പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ ഗണേഷ് സാർ സെറ്റിലുള്ള കളി തമാശകളും കോവിഡിൻ്റെ ഒരു വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഗനശാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നു തിയേറ്റേഴ്സിൽ നിന്ന്. സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലി റിലീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം.